നാരായണ. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. വനമാലീ ഗദീശാർംഗീ ശംഗീ ചക്രേ ച നന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണുഃ വാസുദേവോഭിരക്ഷതു. വനമാലീ ഗദീശാർംഗീ ശംഗീ ചക്രേ ച നന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണുഃ വാസുദേവോഭിരക്ഷതു. വനമാലീ ഗദീശാർംഗീ ശംഗീ ചക്രേ ച നന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണുഃ വാസുദേവോഭിരക്ഷതു. ഓം നമോസ്ത്വനന്ദായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാമനേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, എല്ലാവർക്കും ശുഭദിനം, സുസ്വാഗതം. നമ്മുടെ ശങ്കരസ്തോത്ര തരംഗിണി 159 ദിവസത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വിഷ്ണു പാദാദി കേശസ്തോത്രം 16 ദിവസമാണിന്ന്. നമ്മൾ 23 ശ്ലോകങ്ങൾ കണ്ടു. 24ാമത്തെ ശ്ലോകം ഇന്നലെ വായിച്ചു നിർത്തി. നമുക്കിന്ന് അവിടുന്ന് തുടരാം. ആദ്യം 21 മുതൽക്ക് ഉള്ളതായിട്ടുള്ള 30 വരെയുള്ള 10 ശ്ലോകങ്ങൾ ഒന്ന് പാരായണം ചെയ്തിട്ട് 23, 24 ശ്ലോകങ്ങളിലേക്ക് വരാം. 21ാം ശ്ലോകം മുതൽക്ക് പാരായണം ചെയ്യണം. ഓം
നമോ ഭഗവതേ വാസുദേവായ. പീതേനദ്യോതതേ യച്ചതുരപരിഹിതേനാംബരേണാത്യുദാരം ജാതാലങ്കാരയോഗം ജലമിവ ജലദേഃ ബാടവാഗ്നിപ്രഭാഭിഃ യേതത്പാദിത്യദാന്നോ ജഗനമതിഗണാദേന സോ മാനസീയം സാതത്യേനൈവ ചേതോ വിഷയമവതരത് പാതു പീതാംബരസ്യ യസ്യാദാംനാ ത്രിധാംനോ ജഗനകലിതയാ ഭ്രാജതേംഗം യദാബ്ദേഃ മധ്യസ്ഥോ മന്ദരാദ്രിഃ ഭുജഗപതി മഹാഭോഗസന്നദ്ധമദ്യഃ കാഞ്ചീസാ കാഞ്ചനാഭ മണിവരകിരണൈരുല്ലസദ്ഭിഃ പ്രദീപ്താ കല്യാം കല്യാണദാത്രീം മമ മതിമനിശം കമ്രരൂപാ കരോതു. ഉന്നമ്രം കമ്രമുച്ചൈഃ ഉപചിതമുദഭൂദ്യത്ര പത്രൈർവിചിത്രൈഃ പൂർവം ഗീർവാണപൂജ്യം കമലജമധുപസ്യാസ്പദം തൽപയോജം യസ്മിൻ നീലാശ്മനീലൈഃ തരളരുചിദളൈഃ പൂരിതേ കേളിബുദ്ധ്യാ നാളീകാക്ഷസ്യ നാഭീസരസി വസതു നശ്ചിത്തഹംസശ്ചിരായ. പാതാളം യസ്യ നാളം വലയമപി ദിശാം പത്രപംക്തിം നഗേന്ദ്രാൻ വിദ്വാംസക്കേസരാളീഃ വിദുരിഹ വിപുലാം കർണികാം സ്വർണശൈലം ഭൂയാദ്ഗായത് സ്വയംഭൂമധുകരഭവനം ഭൂമയം കാമദം നോ നാളീകം നാഭിപത്മാകരഭവം ഉരുതന്നാഗശയ്യസ്യ ശൗരേഃ. ആദൗ കൽപസ്യ യസ്മാത് പ്രഭവതി വിതതം വിശ്വമേതദ്വികൽപൈഃ കൽപാന്തേ യസ്യ ചാന്ദഃ പ്രവിശതി സകലം സ്ഥാവരം ജംഗമം ച അത്യന്താചിന്യമൂർത്തേഃ ചിരതരമജിതസ്യാന്തരീക്ഷസ്വരൂപേ തസ്മിന്നസ്മാകമന്ധഃകരണമതിമുദാ ക്രീഡതാത് ക്രോഡഭാഗേ. കാന്ധ്യം വഃ പൂർണപൂർണേ ലസദസിതവലീഭംഗഭാസ്വത്തരംഗേ ഗംഭീരാകാരനാഭീ ചതുരതരമഹാവർത്തശോഭിന്യുദാരേ ക്രീഡത്വാനന്ദഹേമോദരവസനമഹാബാടവാഗ്നിപ്രഭാഢ്യേ കാമം ദാമോദരീയോദരസലിലനിധൗ ചിത്തമൽസ്യശ്ചിരം നഃ. നാഭീനാളീകമൂലാത് അധികപരിമളോന്മോഹിതാനാം അളീനാം മാലാ നീലേവ യാന്തി സ്ഫുരതി രുചിമതി വക്ത്രപത്മോന്മുഖീയാം രമ്യാ സാരോമരാജിഃ महितरुचिकरी मध्यभागस्य विष्णोः चित्तस्था माविरंसीद चिरतरमुचितां साधयन्ती श्रियं नः। संस्तीर्णं कौस्तुभां शुप्रसरकिसलयैः मुग्धमुक्ताबलाढ्यं श्रीवासोल्लासिभुल्लप्रतिनववनमालाङ्गिराजद्भुजान्दं वक्षश्रीवत्सकान्दं मधुकरनिकरश्यामलं शार्ङ्गपाणेः संसाराद्वस्रमार्तैरुपवनमिव यत् सेवितं तल्प्रपद्ये। कान्दं वक्षोनितान्दं विददद् इव गलं कालिमा कालशत्रोः इन्दोर्बिम्बं यदाङ्गो मधुप इव तरोः मञ्जरीं राजदेयः श्रीमान् नित्यं विधेयात् अविरलमिलिदः
കൗസ്തുഭശ്രീപ്രദാനൈः ശ്രീവത്സശ്രീപതേ സശ്രിയ ഇവ ദയിതോ വത്സ ഉച്ചൈ ശ്രിയം നഃ സംഭൂയാംബോധിമദ്യാത് സപതി സഹജയായ ശ്രിയാ സംവിധത്തെ നീലേ നാരായണോരസ്ഥല ഗഗനതലേ ഹാരതാരോപസേവ്യേ ആശാ സർവാ പ്രകാശ വിദദദതി അപിദദത് ചാത്മഭാസാന്യതേജാംസ്യാശ്ചര്യസ്യാകരോനോ ദ്യുമണിരിവ മണി കൗസ്തുഭസ്സോസ്തു ഭൂത്യൈ. 30 വരെയുള്ള ശ്ലോകങ്ങളായി നമുക്ക് തിരിഞ്ഞു നോക്കാം. ഇന്നലെ ഭഗവാന്റെ അരക്കെട്ടിനെ പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ അരക്കെട്ടിലുള്ളതായിട്ടുള്ള അരഞ്ഞാണം, കാഞ്ചി അല്ലേ, ആ കാഞ്ചി ത്രിധാമാവായിരിക്കുന്ന ഭഗവാന്റെ അരക്കെട്ടിൽ ജഗന കലിതയാ ഭ്രാജതേ, ഏതുപോലെ പാലാഴി മദനം ചെയ്യുന്ന ആ മന്ദരപർവ്വതത്തിൻ്റെ മധ്യത്തിൽ വാസുകി ചുറ്റിക്കിടക്കുന്നത് പോലെ. ഇപ്പോൾ ഭഗവാനെ മന്ദരപർവ്വതത്തോട് ഉപമിച്ച് ഭഗവാന്റെ ആ അരക്കെട്ടിൽ ചുറ്റിയിരിക്കുന്നതായിട്ടുള്ള കാഞ്ചിയെ ആ വാസുകിയോടും ഉപമിച്ചു. അതാണ് അംഗം യഥാ അബ്ദേഹേ മധ്യസ്ഥോ മന്ദരാദ്രിഹി ഭുജഗപതി മഹാഭോഗ സന്നദ്ധ മധ്യ. അങ്ങനെയുള്ള മധ്യപ്രദേശത്തോടുകൂടി ആ മദ്യത്തെ ശോഭിപ്പിക്കുന്നതായിട്ടുള്ള കാഞ്ചി, അത് പ്രകാശിക്കുന്നതായിട്ടുള്ള രത്നങ്ങളോടുകൂടി അതിൻ്റെ കിരണങ്ങളോടുകൂടി ജ്വലിക്കുന്നു. അങ്ങനെയുള്ള കല്യാണദാത്രിയും കമ്രരൂപയുമായിരിക്കുന്ന പ്രദീപ്തയായ ആ കാഞ്ചി മമമതിം അനിശം കല്യാം കരോതു, എൻ്റെ ബുദ്ധിയെ എപ്പോഴും യോഗ്യമാക്കി ചെയ്യട്ടെ, പരിശുദ്ധമാക്കി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഭഗവാന്റെ നാഭിയിൽ നിന്ന് നാഭീ സരസ്സിനെ വർണ്ണിച്ചു. ആ നാഭീ സരസ്സിലാണ് ലോകരൂപമായ താമര ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മദേവൻ്റെ ഇരിപ്പിടമായിരിക്കുന്ന താമരയോടുകൂടിയതായിട്ടുള്ള ആ പത്മനാഭൻ്റെ നാഭിയെ വർണ്ണിച്ചു. അതാണ് ഉന്നമ്രം കമ്രമുച്ചൈഹി ഉപചിതം ഉദബൂത് യത്ര പത്രൈർവിചിത്രൈഹി പൂർവം ഗീർവാണപൂജ്യം കമലജമധുപസ്യ ആസ്പദം തൽപയോജം. തൽപയോജത്തോടുകൂടിയ ആ യസ്മിൻ, ഏതൊന്നിലാണോ, ഏതൊരു നാഭീസരസി എന്ന് പിന്നീട് പറയുന്നു. നീലാശ്മ നീലൈഹി തരളരുചിതളൈ പൂരിതേ കേളിബുദ്ധ്യ നാളീകാക്ഷസ്യ നാഭീസരസി വസതുനഃ ചിത്തഹംസഃ ചിരായ. നമ്മുടെ മനസ്സാകുന്ന ഹംസം, ചിത്തഹംസം, ചിരായ നിരന്തരമായിട്ട് ആ നാളീകാക്ഷൻ്റെ, ആ താമരക്കണ്ണൻ്റെ നാഭീസരസി, ആ നാഭീസരസിൽ വസതു കേളിബുദ്ധ്യ, ക്രീഡിക്കുന്ന ബുദ്ധിയോടുകൂടി മനസ്സാകുന്ന രാജഹംസം ആ ഭഗവാന്റെ നാഭീസരസിൽ വിഹരിക്കുമാറാകട്ടെ, അതിൽ തന്നെ രമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നാഭീസരസിലാണ് ഈ ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനം. അത് കമലജ മധുപസ്യ ആസ്പദം എന്ന് പറഞ്ഞു. കമലജനാകുന്ന വണ്ടിന് ഇരിക്കുവാനുള്ളതായിട്ടുള്ള സ്ഥാനം അല്ലേ. കമലജനെ, ബ്രഹ്മദേവനെ ഒരു വണ്ടിനോട് ഉപമിച്ച് ആ വണ്ടിരിക്കുന്നതായിട്ട് താമര ഏതൊന്നിലാണോ ഉത്ഭവിച്ചത്, ഏത് നാഭീസരസിലാണോ ഉത്ഭവിച്ചത്, ആ നാഭീസരസിൽ നമ്മുടെ ചിത്തപത്മം ചിരായ വസതു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ താമര ഉയർന്നു നിൽക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ എന്താ പറയുക മനോഹരമായിട്ടുള്ള വിചിത്രങ്ങളായിട്ടുള്ള പത്രങ്ങളോട് കൂടിയതും ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നതുമാണ് ആ പയോജം എന്നും അതിനെ വർണ്ണിച്ചു. അപ്പോൾ ആ പയോജത്തെ അഥവാ ആ നാളീകത്തെ, ആ താമരയെ ഒന്നുകൂടെ വർണ്ണിക്കാൻ തീരുമാനിച്ചു ആചാര്യ ഭഗവത്പാദർ. അതാണ് 24-ാമത്തെ ശ്ലോകം. ഭഗവാന്റെ പത്മനാഭൻ്റെ നാഭിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടമായ ലോകരൂപമായ പത്മം, ഭൂമയം പത്മം, ഭൂമയം നാളീകം എന്നതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലോകരൂപമായ പത്മത്തെ വർണ്ണിക്കുകയാണ് 24-ാമത്തെ ശ്ലോകം. നമുക്ക് ധ്യാനിക്കാനായിക്കൊണ്ട് നോക്കാം. പാതാളം യസ്യ നാളം വലയമപി ദിശാം പത്രപംക്തിം
നഗേന്ദ്രാൻ വിദ്വാംസ കേസരാളീർവിദുരിഹ വിപുലാം കർണികാം സ്വർണശൈലം ഭൂയാത് ഗായത് സ്വയംഭൂ മധുകരഭവനം ഭൂമയം കാമദം നോ നാളീകം നാഭിപത്മാകരഭവം ഉരുതന്നാഗശയ്യസ്യ ശൗരേഹേ. അപ്പോ നാഗശയ്യസ്യ ശൗരേഹേ ഭഗവാനെ വിശേഷിപ്പിച്ചതാണ് ശൗരി എന്നും നാഗശയ്യൻ എന്നും. നാഗശയ്യൻ എന്നാൽ നാഗം ശയ്യയായിരിക്കുന്നവൻ, ആദിശേഷൻ മെത്തയായിരിക്കുന്നവൻ നാഗശയ്യൻ. അപ്പോൾ പ്രളയകാലത്ത് ഭഗവാൻ പത്മനാഭൻ അനന്തപത്മനാഭനായിട്ടാണ് അല്ലേ, നാഗശയ്യനായിട്ടാണ്. അപ്പോൾ നാഗശയ്യസ്യ ശൗരേഹേ, ശൗരി എന്നത് വിഷ്ണുവിൻ്റെ പര്യായ ശബ്ദമാണ്. ഭഗവാൻ കൃഷ്ണൻ ശൂരസേനന്റെ വംശത്തിൽ പിറന്നതുകൊണ്ട് ശൗരി എന്ന് വിശേഷിപ്പിക്കുന്നു. ശൂരസേന വംശത്തിൽ ജാതനായതുകൊണ്ട് ശൗരി. ശൂരസേന വംശത്തിൽ പിറന്ന വസുദേവരും ശൗരിയാണ്, ബലരാമനും ശൗരിയാണ്, കൃഷ്ണനും ശൗരിയാണ്, പ്രദ്യുമ്ന അനിരുദ്ധാദികളും സാമ്പാദികളുമൊക്കെ ശൗരിയാണ്. എങ്കിലും വിഷ്ണുവിന് പ്രത്യേകമായിട്ട് ശൗരി എന്ന് പേര് കൽപ്പിച്ചു. വിഷ്ണു സഹസ്രനാമത്തിലും ശൗരിഹി എന്ന് നാമം. അപ്പോൾ ഭഗവാന്റെ ആ ശൗര്യം തന്നെയാണ് അതിന് കാരണം. ശൗര്യം എന്ന് പറഞ്ഞാൽ പരാക്രമം, എവിടേക്കും എന്തും ചെയ്യുവാനുള്ളതായിട്ടുള്ള ആ ഒരു ശക്തി തന്നെയാണ് ഇവിടുത്തെ ശൗരി എന്ന് പറയുന്നതിൻ്റെ ആശയം. അപ്പോൾ ആ ശൗരിയായ നാഗശയ്യൻ്റെ നാഭീപത്മാകരഭവം തദ് ഉരുനാളീകം. ഉരു എന്നുകൂടി നാളീകത്തെ, നാളീകം എന്നാൽ താമരയുടെ പേരാണ്. നളിനം നാളീകം എന്നൊക്കെ ഉള്ളത് താമരയുടെ പര്യായ ശബ്ദം. അതിൽ നാളി ഉള്ളത് കൊണ്ടാണ് അതിന്. നാളി എന്ന് പറഞ്ഞാൽ താമര തണ്ടിൻ്റെ പേരാണ് നാളം എന്ന്. നാളം, നാളി എന്നൊക്കെ പറയുന്നത് താമര ഉത്ഭവിക്കുന്ന അതിൻ്റെ ഉയർന്ന തണ്ട്. ആ തണ്ട് ഒരു സ്ട്രോ ആണ്. സ്ട്രോ ആയതുകൊണ്ടാണ് അതിന് നാളി എന്ന് പറയുന്നത്. ദ്വാരം ഉള്ളതുകൊണ്ട്, ഉള്ളിലൂടെ നാളം ഉള്ളതുകൊണ്ട് നാളം, നാളി, നാളീകം, നാളിയോട് കൂടിയത് നാളീകം, ഈ ഒരു സ്ട്രോ പോലെയുള്ള തണ്ടോട് കൂടിയത്, അതാണ് ഇവിടുത്തെ നാളീകം. അത് എവിടെ ഉണ്ടായത്? ഈ ശൗരിയുടെ നാഗശയ്യനായ ഭഗവാന്റെ നാഭീപത്മാകരഭവം. നാഭീപത്മാകരം, പത്മാകരം എന്ന് പറഞ്ഞാൽ എന്താണ്? രത്നാകരം എന്ന് പറഞ്ഞാൽ സമുദ്രം, പത്മാകരം എന്ന് പറഞ്ഞാൽ സരസ്, പത്മത്തിൻ്റെ ആകരം. പത്മം എന്ന് പറഞ്ഞാൽ താമര, താമര വിരിയുന്ന സ്ഥാനം സരസ്. അപ്പോൾ നാഭീപത്മാകരം, നാഭിയാകുന്ന സരസ്, അതിൽ ഭവിച്ചത് നാഭീപത്മാകരഭവം നാളീകം. ഭഗവാന്റെ പത്മനാഭന്റെ നാഭിയാകുന്ന സരസിൽ ഉത്ഭവിച്ചതായിട്ടുള്ള ആ നാളീകത്തെ, അല്ലെങ്കിൽ ആ നാളീകം എന്തു തരട്ടെ? ഇവിടെ തന്നാളീകം ഉരു ആണത്. ഉരു എന്ന് പറഞ്ഞാൽ വലുത്, മഹത്തായത്. ഒരു സാധാരണ നാളീകമല്ല അത്, കാരണം അത് ലോകസ്വരൂപമാണ്, അത് ബ്രഹ്മാണ്ടം പോലെയുള്ളതാണത്. അങ്ങനെയുള്ള ആ നാളീകം നോ കാമദം ഭൂയാത് എന്നാണ്. മുമ്പിലത്തെ വരിയിലുണ്ട് ഭൂയാത് ഗായത് സ്വയംഭൂ മധുകരഭവനം ഭൂമയം കാമദം നോ. അവിടെ കാമദം നോ, നോ എന്ന് പറഞ്ഞാൽ നഹ, നഹ എന്ന് പറഞ്ഞാൽ അസ്മാകം, ഞങ്ങൾക്ക്, കാമദം കാമത്തെ ദാനം ചെയ്യുന്നതായിട്ട്, ഭൂയാത് ഭവിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഭഗവാന്റെ നാഭി സരസിലുണ്ടായ ഈ താമര നമ്മൾക്ക് കാമദം ഭൂയാത്, കാമത്തെ ദാനം ചെയ്യുന്നതായി ഭവിക്കട്ടെ, എല്ലാ ആഗ്രഹങ്ങളെയും സാധിക്കുന്നതായി ഭവിക്കട്ടെ. തീർച്ചയായിട്ടും ഈ താമരയ്ക്ക് എല്ലാ ആഗ്രഹങ്ങളെയും സാധിക്കാനുള്ളതായിട്ടുള്ള മഹത്വമുണ്ട്. കാരണം അത് ലോകരൂപമാണ്. ഈ ലോകത്തിലുള്ള സർവവും ആ താമരയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ താമരയെ നമ്മൾ ഭജിച്ചാൽ, ആ താമരയെ നമ്മൾ ധ്യാനിച്ചാൽ, ആ താമരയുടെ അനുഗ്രഹം നമുക്കുണ്ടായി നമുക്ക് വേണ്ടതൊക്കെ വന്നു ചേരും. കാരണം വിശ്വത്തെ തന്നെയാണ് നമ്മൾ ഭജിക്കുന്നത്. വിശ്വത്തെ നമ്മൾ സ്നേഹിച്ചാൽ വിശ്വം നമ്മളെയും സ്നേഹിക്കും. വിശ്വത്തോട് നമ്മൾ മത്സരിക്കുകയല്ല വേണ്ടത്, വിശ്വത്തെ നമ്മൾ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്. വിശ്വത്തെ സ്നേഹിക്കുക, വിശ്വം നമ്മളെ അനുഗ്രഹിക്കും.
അപ്പോൾ ആ വിശ്വരൂപമാണെന്ത്? ഈ ഭഗവാന്റെ നാഭീകമലം. ഈ പ്രപഞ്ചം തന്നെയാണ്. അതിന് ഭൂമയം എന്ന് മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂമയം നാളീകം. ആ ഭൂമയമായ നാളീകം നഹ കാമദം ഭൂയാത്, നമ്മൾക്ക് കാമതമായി ഭവിക്കട്ടെ, കാമങ്ങളെ ദാനം ചെയ്യുന്നതായിട്ട് ഭവിക്കട്ടെ. ഇപ്പൊ ഭൂമയം എന്ന് പറഞ്ഞാൽ ഈ ഭൂഗോളത്തിൻ്റെ സ്വരൂപം തന്നെയാണ് ആ നാളീകം. ഈ ഭൂമിയിലുള്ളതായിട്ടുള്ള സർവ്വ വൈവിധ്യങ്ങളും ആ നാളീകം പ്രതീകാത്മകമായിരിക്കുന്നു, പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെയൊക്കെ ഒരു വിഗ്രഹമാണെന്ത്? ഈ താമര എന്ന് പറയുന്നത്. അപ്പോൾ ആ താമര ഭഗവാന്റെ നാഭീസരസിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പം ഇനി ആ താമരയെ വിശേഷിപ്പിക്കുന്നതാണ് മുമ്പിലത്തെ വരികൾ. എന്തൊക്കെയാണ് പറയുന്നത്? ഭൂമയം എന്ന് പറഞ്ഞുവല്ലോ. അപ്പം അതിനെ ഒന്നുകൂടെ വിസ്തരിക്കുകയാണ്. പാതാളം യസ്യ നാളം, യസ്യ നാളം പാതാളം. ഏതൊരു താമരയുടെ നാളം, നാളം എന്ന് പറഞ്ഞാൽ ഈ തണ്ട്, ദ്വാരമുള്ളതായിട്ടുള്ള തണ്ടിനാണ് നാളം എന്ന് പറയുന്നത്. ആ സ്ട്രോ ലൈക്ക് അല്ലേ, ആ ഒരു സ്റ്റെം, അതിൻ്റെ താമര വളർന്നു വരുന്ന ആ സ്റ്റെം അഥവാ തണ്ട്, അത് നാളമാണത്. അത് യസ്യ നാളം പാതാളം, ഈ താമരയുടെ നാളമാകുന്നു പാതാളം. ഇവിടെ പാതാളം എന്ന് പറയുമ്പോൾ അധോലോകങ്ങൾ എന്ന അർത്ഥത്തിലെടുക്കണം. അപ്പോൾ അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, പാതാളം, ഇതെല്ലാം പെട്ടു അതിൽ. രസാതലം അടക്കം. അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, തലാതലം, പാതാളം, ഇങ്ങനെ 7 അധോലോകങ്ങളെ മൊത്തത്തിൽ പാതാളം എന്ന് പറയും. അതാണ് നമ്മുടെ ആൾക്കാർക്ക് വിവരമില്ലാതായിട്ട് മഹാബലിയെ സുതലത്തിലേക്ക് അയച്ചപ്പോഴും പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത്. സുതലവും അധോലോകമായതുകൊണ്ട് പാതാളത്തിൻ്റെ ഗണത്തിലേക്ക് പെടുത്തി എന്ന് മാത്രമാണ് ഇവിടെ. പാതാളം എന്നുള്ളത് ഏറ്റവും താഴെയുള്ള ലോകമാണ്. ഈ 7 അധോലോകങ്ങളിൽ ആദ്യത്തേത് അതലം, അത് കഴിഞ്ഞാൽ വിതലം, മൂന്നാമത്തേതാണ് താഴേക്ക് പോകുമ്പോൾ സുതലം, സുതലത്തിൻ്റെ താഴെയാണ് രസാതലം, രസാതലത്തിൻ്റെ താഴെയാണ് മഹാതലം, മഹാതലത്തിൻ്റെ താഴെയാണ് തലാതലം, തലാതലത്തിൻ്റെയും താഴെയാണ് പാതാളം. അപ്പോൾ ഇത് ഓരോന്ന് എണ്ണി പറയുമ്പോൾ പാതാളത്തെ സെപ്പറേറ്റ് ആയിട്ട് പറയണം. മൊത്തത്തിൽ 7 ചേർത്തിട്ടും പാതാളം എന്ന് പറയും. താഴെയുള്ള ലോകങ്ങൾ എന്ന് 7 ചേർത്ത് 7 പേരും പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട്, അതിനുള്ള അവസരമില്ലാത്തത് കൊണ്ട് പദ്യങ്ങളിലൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പാതാളം എന്ന് മൊത്തത്തിൽ പറയും. സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ പാതാളം ഏറ്റവും താഴത്തേത്, അതിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ 6 ലോകങ്ങളും. അപ്പോൾ അതിൽ സുതലത്തിലേക്കാണ് നമ്മുടെ മഹാബലി പോയത്. അപ്പോൾ ഇവിടെ പാതാള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ 7 അധോലോകങ്ങളും പെട്ടു. അപ്പോൾ യസ്യ നാളം പാതാളം എന്ന് പറയുമ്പോൾ ഈ താമരയുടെ, അപ്പോൾ ഈ താമര ഏതാണ്? ഭൂമയമാണ് എന്ന് പറഞ്ഞുകൂടെ. ഭൂലോകമാണ് ഈ താമര. അപ്പോൾ പിന്നെ അതിൻ്റെ താഴേക്കുള്ള ലോകങ്ങൾ, അതിൻ്റെ താഴേക്കുള്ള തണ്ട്. എന്ത് നല്ലൊരു ഉപമ നോക്കൂ. അപ്പോൾ യസ്യ നാളം പാതാളം. അപ്പോൾ ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള ആ താമരയുടെ തണ്ടിനെ നമ്മൾ അധോ ലോകങ്ങളായിട്ട് ഭാവന ചെയ്യാം, പാതാളാദി ലോകങ്ങളായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഭൂമിയായിട്ട് ഈ താമരയെ കാണുക. പാതാളം യസ്യ നാളം വലയമപി ദിശാം പത്രപംക്തിം. അവിടെ ഈ താമരയുടെ പത്രപംക്തി, പത്രപംക്തി എന്ന് പറഞ്ഞാൽ ഇലകളുടെ നിര, അതിനെ ചുറ്റും വളഞ്ഞിട്ടുള്ള എല്ലാ ഭാഗത്തും വൃത്താകൃതിയിൽ വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള പത്രപംക്തികൾ, ആ ഇലകൾ എന്താണ്? ദിശാം വലയം. ദിശാം വലയം എന്ന് പറഞ്ഞാൽ ദിക്കുകളുടെ വളയം എന്നർത്ഥം. അപ്പോൾ 8 ദിക്കുകളും എന്ന് പറയാം. 8 ദിക്ക് മാത്രമല്ല, അതിൻ്റെയൊക്കെ അവാന്തര ദിക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ തെക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നും പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ 4 കോണുകളും പറഞ്ഞ് 8 ദിക്കുകൾ എന്ന് പറയും. അപ്പം അതിനെ ഒരു സർക്കുലർ ആകൃതിയിലാക്കുമ്പോഴാണ് ഇവിടെ താമരയായിട്ട്. അപ്പോൾ ദിശാം വലയം എന്നു, ദിക്കുകളുടെ വളയം. അപ്പോൾ ഈ താമരയുടെ ഈ ദളങ്ങളെ, ഈ പത്രപംക്തിയെ നമ്മൾ ദിക്കുകളുടെ വലയമായിട്ട് മനസ്സിലാക്കണം.
ഈ ഭൂമിയെ ചുറ്റിയിരിക്കുന്നതായിട്ടുള്ള ദിങ്മണ്ഡലം എന്ന് പറയാം. മൊത്തത്തിൽ മണ്ഡലം എന്ന് പറഞ്ഞാൽ വൃത്താകൃതി. അപ്പൊ ദിങ്മണ്ഡലം അതാണ് ദിശാം വലയം. പത്രപംക്തിം ദിശാം വലയം. അതുപോലെ നഗേന്ദ്രാൻ വിദ്വാംസഃ കേസരാളീഹി വിദുരിഹ. ഇവിടെ വിദ്വാംസഃ വിദുരിഹ എന്ന ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വിദ്വാംസഃ വിദുഹു, വിദ്വാൻമാരറിയുന്നു. വിദ്വാൻമാർക്ക് ഈ കാര്യം അറിയാം. ഈ ഭഗവാന്റെ പത്മനാഭന്റെ നാഭിയിൽ നിന്നുള്ള താമരയെ കാണുമ്പോൾ ഇത് തിരിച്ചറിയുന്ന വിദ്വാൻമാരുണ്ട്. ഇത് എന്താ സംഭവം എന്ന്. അല്ലാതെ ഒരു മനുഷ്യന്റെ പൊക്കിളിൽ നിന്ന് താമര മുളച്ചു വരുമോ? അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ മൂഢജനങ്ങൾ പരിഹസിക്കും. ഇതെന്താ ഒരു മനുഷ്യന്റെ പൊക്കിളിൽ നിന്നൊരു താമര പൊങ്ങി വന്നിരിക്കണത് എന്ന്. നമ്മുടെ പുരാണങ്ങളുടെയും വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയൊക്കെ ഭാഷ ഈ മൂഢജനങ്ങൾക്ക് അറിയണ്ടേ. അത് മഹാകവികളുടെ ഭാഷയാണ്, അത് ഋഷീശ്വരന്മാരുടെ ഭാഷയാണ്, അത് കാവ്യ ഭാഷയാണ്, അത് ചമൽക്കാര ഭാഷയാണ്, അത് സിംബോളിക്കാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ മന്ദബുദ്ധികൾക്ക് സാധ്യമല്ല. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെ ഓരോ രൂപകൽപ്പനകളും അത് വലിയ തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ 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 ആശയങ്ങളെ ഒരു സിമ്പലിൽ ഒതുക്കുക. അതിപ്പോൾ ഇന്നും നമ്മൾ പലരും ചെയ്യുന്നുണ്ട്, പല കാര്യത്തിലും ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ എല്ലാ മഹത്വത്തെയും പ്രതിനിധാനം ചെയ്യാനായിക്കൊണ്ട് ഒരു ദേശീയ പതാക, ഒരു 3 വർണ്ണ പതാക അല്ലേ, ചുവപ്പും വെള്ളയും പച്ചയും എന്നൊക്കെ പറഞ്ഞ് 3 വർണ്ണവും അതിൻ്റെ നടുവിൽ ഒരു ചക്രവും. അതാവുമ്പോൾ എന്തായി, നമ്മുടെ ഭാരതത്തിൻ്റെ മൊത്തത്തിലുള്ളതായിട്ടുള്ള മഹത്വത്തെ അതിൽ പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ ഓരോരോ സിമ്പിൾസ് നമ്മൾ ഉപയോഗിക്കുന്നു. അശോക സ്തംഭമാണെങ്കിലും അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ചിഹ്നമാണെങ്കിലും അല്ലേ, അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ലോഗോ, എംബ്ലം, സിമ്പൽ അവരുപയോഗിക്കുന്നു. ഒരു ലോഗോന് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട്. അവരുടെ മൊത്തത്തിലുള്ളതായിട്ടുള്ള എന്താ പറയുക ഒരു ആശയത്തെ ആ ലോഗോ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ആ ലോഗോ എന്നുള്ളത് എന്താണെന്ന് അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ അതുപോലെയുള്ള ഓരോ ലോഗോകളാണിതെല്ലാം. ഓരോ സിമ്പൽസ്, ഓരോ ചമൽക്കാരപൂർണമായിട്ടുള്ള വർണ്ണനകൾ. അതാണ് ഇവിടെ വിദ്വാംസഃ വിദുഹു. അതിൻ്റെ കോഡ് ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം ഇതെന്താണ് സംഭവം എന്ന്. അങ്ങനെയുള്ള വിദ്വാൻമാരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ, നമ്മുടെ എന്താ പറയുക ഗുരുക്കന്മാർ, ആചാര്യന്മാർ, തത്വജ്ഞന്മാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ വിദ്വാംസഃ വിദുഹു, വിദ്വാൻമാർ ഇതിനെ ഇങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ മൂഢാഹ ന വിദുഹു, മൂഢന്മാർക്ക് അറിയില്ല. അപ്പം നമ്മളും മൂഢന്മാരാവാൻ പാടുമോ? മൂഢന്മാരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് നമ്മളും ഭഗവാനെ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ഹിന്ദുക്കളെ പരിഹസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് നമ്മളും കൂടാവോ? നമ്മൾ മൂഢന്മാരാവരുത്. നമ്മളും വിദ്വാൻമാരിൽ നിന്ന് ഈ അറിവ് ശേഖരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് അടുത്തത് പറഞ്ഞത്? നഗേന്ദ്രാൻ കേസരാളീഹി എന്ന് പറഞ്ഞു. കേസരാളീഹി എന്ന് പറഞ്ഞാൽ ഈ താമരയുടെ ഉള്ളിലുള്ളതായിട്ടുള്ള കേസരങ്ങൾ, ചെറിയ 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 ഉള്ളിലുള്ളതായിട്ടുള്ള അല്ലികൾ, ആ മഞ്ഞ നിറത്തിലുള്ളതായിട്ടുള്ള അല്ലികൾ, അതിനെ എന്തായിട്ട് വിദുഹു നഗേന്ദ്രാൻ. നഗേന്ദ്രാൻ എന്ന് പറഞ്ഞാലോ പർവ്വതരാജന്മാരായിട്ട്. അപ്പം അനേക പർവ്വതങ്ങൾ പൊങ്ങി നിൽക്കുന്നത് പോലെയാണ് ഈ താമരയുടെ ഉള്ളിലുള്ളതായിട്ടുള്ള കേസരങ്ങൾ ഓരോന്നിനെയും. ആ അരിമണി പോലെയുള്ളതായിട്ടുള്ള കേസരങ്ങൾ. ഇപ്പം ലോക്കൽ താമരയല്ല ഇത് ഭൂമയമായിട്ടുള്ള താമരയാണ്. ആ താമരയിലെ ഈ അല്ലികൾ എന്തിനോട് ഉപമിച്ചിരിക്കണു? പർവ്വതങ്ങളോട് ഉപമിച്ചിരിക്കണം. അതാണ് നഗേന്ദ്രാൻ. നഗം എന്നാൽ ഗമിക്കാത്തത്. നഗച്ഛതീതി നഗം. നഗേന്ദ്രാൻ പർവ്വതേന്ദ്രാൻ, അഗേന്ദ്രാൻ എന്നും പറയാം. അകങ്ങൾ തന്നെയാണ് നഗങ്ങൾ അല്ലേ. അഗജാനന പദ്മാർക്കം, ഓർമ്മയില്ലേ? കേട്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവണം. അഗജ എന്ന് പറഞ്ഞാൽ ആരാണ്? നഗജ തന്നെയാണ്, ഗിരിജ തന്നെയാണ് അഗജയും നഗജയും.
നഖത്തിൽ നിന്ന് ജനിച്ചവൾ, പർവ്വതത്തിൽ നിന്ന് ജനിച്ചവൾ, അകത്തിൽ നിന്ന് ജനിച്ചവൾ അഗജ. അപ്പോൾ നഗേന്ദ്രാൻ കേസരാളീഹി വിദുഹു, കേസര സമൂഹത്തെ, ഈ താമരയുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ കേസര സമൂഹത്തെ പർവ്വതക്കൂട്ടങ്ങളായി, പർവ്വത രാജാക്കന്മാരായി അറിയുന്നു അറിവുള്ളവർ എന്ന്. അപ്പോൾ എത്ര വലുതായിട്ട് നമ്മൾ ഭാവന ചെയ്യണം ഈ ഭഗവാന്റെ നാഭിയിലെ ഈ പത്മത്തെ, അല്ലേ? നമ്മുടെ ഭാവനയിൽ വലുതാവണം. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ വലുതാക്കി വരയ്ക്കാൻ പറ്റില്ല, ശില്പം പണിയുമ്പോൾ വലുതാക്കി പണിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഭാവനയിൽ അതിനെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ ശ്രമിക്കണം. അപ്പോൾ പാതാളം യസ്യ നാളം വലയമപി ദിശാം പത്രപംക്തിം നഗേന്ദ്രാൻ വിദ്വാംസഃ കേസരാളീഹി വിദുരിഹ വിപുലാം കർണികാം സ്വർണശൈലം. വിപുലാം കർണിക, അതിൻ്റെ മധ്യഭാഗമാണ് കർണിക എന്ന് പറയുന്നത്. താമരയുടെ ഉള്ളിലുള്ള മധ്യഭാഗം അല്പം ഉയർന്നിരിക്കും, ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കർവായിട്ട് ഇങ്ങനെ ഉയർന്ന് മുഴച്ചിരിക്കും, കോൺവെക്സ് ആയിട്ടിരിക്കും. ആ മധ്യഭാഗത്തെ കർണികയെ എന്തായിട്ട്, വിപുലമായ കർണികയെ എന്തായിട്ട് പറയുന്നു? സ്വർണശൈലം. സ്വർണശൈലം എന്ന് പറഞ്ഞാൽ മേരുപർവ്വതം. മേരുപർവ്വതം സ്വർണശൈലമായിട്ടാണ് ഉപമ. അപ്പോൾ മേരുപർവ്വതം, ആ മേരുപർവ്വതത്തിൻ്റെ മധ്യത്തിലാണ് ബ്രഹ്മാവിൻ്റെ സത്യലോകം ഇരിക്കുന്നത് എന്നൊക്കെ പുരാണങ്ങളിൽ പറയും. ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനം ഈ മേരുപർവ്വതത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ബ്രഹ്മാവ് ഇരിക്കുന്നത് ഈ മേരുപർവ്വതത്തിൻ്റെ മുകളിലാണ്. അതാണ് ഇവിടെ കർണികയുടെ മധ്യത്തിലാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത്. അതാണ് വിപുലാം കർണികാം സ്വർണശൈലം. അങ്ങനെയുള്ള ആ താമര നാളീകം ഭൂയാത് എന്ന് പറഞ്ഞിട്ട് അതവിടെ ഇരിക്കട്ടെ, ക്രിയാരൂപമാണ്. ഗായത് സ്വയംഭൂ മധുകര ഭവനം, അതടുത്ത വിശേഷണം. ഗായത് സ്വയംഭൂ മധുകര ഭവനം. ഒരു താമരയിൽ ഒരു വണ്ടിരുന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. വണ്ട് പാട്ടുപാടുക എന്ന് പറഞ്ഞാൽ മൂളിക്കൊണ്ടിരിക്കുക, അല്ലേ? ഭ്രമരത്തിൻ്റെ പണി എന്താണ്? മൂളുക. അപ്പം മൂളിക്കൊണ്ടിരിക്കുന്നു. മധുകരൻ, മധുകരൻ എന്നാൽ വണ്ട്. ആ വണ്ടിൻ്റെ ഭവനമാണ്. ആരാ ഇവിടുത്തെ വണ്ട്? സ്വയംഭൂ ആണ് ഇവിടുത്തെ വണ്ട്. സ്വയംഭൂ എന്ന് പറഞ്ഞാലോ ബ്രഹ്മദേവൻ. അപ്പോൾ ബ്രഹ്മദേവനാകുന്ന വണ്ടിൻ്റെ ഭവനമാകുന്നു. മൂപ്പരെന്താ ചെയ്യണത്? വണ്ട് മൂളും പോലെ മൂളിക്കൊണ്ടിരിക്കുന്നു, ഗാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ ഗാനം ചെയ്യണ്ടാവുക? ഭഗവാനെ സ്തുതിക്കുക. ബ്രഹ്മദേവൻ്റെ ഭഗവാന്റെ സ്തുതികൾ നമ്മൾ ഭാഗവതത്തിലൊക്കെ ഇഷ്ടം പോലെ കാണാം. എത്ര പ്രാവശ്യം എവിടെയൊക്കെയാ സ്തുതിച്ചിട്ടുള്ളത്. എപ്പോൾ വേണമെങ്കിലും എന്താവശ്യം വന്നാലും ബ്രഹ്മദേവൻ്റെ പണി ഭഗവാനെ സ്തുതിക്കൽ തന്നെ. കാരണം സ്വന്തമായിട്ടൊന്നുമില്ല കയ്യിലേ, എല്ലാം ഭഗവാനിൽ നിന്ന് വേണം കിട്ടാനായിക്കൊണ്ട്. ഏത് കാര്യത്തിനും ഭഗവാൻ തന്നെ വേണം. ഈ ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവാൻ കൊടുത്ത മെറ്റീരിയൽസ്, ഭഗവാൻ കൊടുത്ത ശക്തി, ഭഗവാൻ കൊടുത്ത സ്ഥാനം, ഭഗവാൻ കൊടുത്ത അറിവ്, അല്ലേ, എല്ലാം ഭഗവാൻ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. എൻ്റെ മാനേജറായിട്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട്. ഭഗവാന്റെ ഒരു ബിനാമി അല്ലെങ്കിൽ മാനേജരാണ് ആര്? നമ്മുടെ സ്വയംഭൂവായിരിക്കുന്ന ആൾ. മൂപ്പർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോൾ എപ്പോൾ ഏത് ആവശ്യം വന്നാലും, എന്ത് ഭയം വന്നാലും, എപ്പോൾ ഏത് ക്ലേശങ്ങളുണ്ടായാലും ഉടനെ ഭഗവാനെ സ്തുതിക്കുകയായി പുരുഷ സൂക്താദി സൂക്തങ്ങളെ കൊണ്ട്. ഭാഗവതത്തിൽ എത്ര ബ്രഹ്മാവിൻ്റെ സ്തുതി വേണം നിങ്ങൾക്ക്? ഏത് സ്കന്ധത്തിലാണ് ബ്രഹ്മാവിൻ്റെ സ്തുതി ഇല്ലാത്തത് എന്ന് വിചാരിക്കുക. അത്രയും സ്തുതികളുണ്ട് ബ്രഹ്മദേവൻ സ്തുതിക്കുന്നത്. ദ്വിതീയ സ്കന്ധത്തിലുണ്ട്, തൃതീയ സ്കന്ധത്തിലുണ്ട്, അതുപോലെ നവമ അല്ലെങ്കിൽ ദശമസ്കന്ധത്തിലൊക്കെ കാണാം നമുക്ക് ബ്രഹ്മദേവൻ്റെ സ്തുതികൾ. അപ്പോൾ ആ ബ്രഹ്മാവ് ഇരുന്ന് പാടിക്കൊണ്ടിരിക്കണം. ആ ബ്രഹ്മാവ് പാടുന്ന പാട്ടുകളാണ് വേദങ്ങൾ. 4 മുഖങ്ങളെ കൊണ്ട് 4 വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കാൻ ബ്രഹ്മദേവൻ ഉണ്ടാക്കിയതാണ്. ബ്രഹ്മാവിൻ്റെ കിഴക്ക് മുഖം ഋഗ്വേദമായി, ഋഗ്വേദം പാടിക്കൊണ്ടിരിക്കുന്നു. തെക്കോട്ടുള്ളതായിട്ടുള്ള മുഖം യജുർവേദം പാടിക്കൊണ്ടിരിക്കുന്നു. പടിഞ്ഞാറോട്ടുള്ളതായിട്ടുള്ള മുഖം സാമവേദം പാടിക്കൊണ്ടിരിക്കുന്നു. വടക്കോട്ടുള്ളതായിട്ടുള്ള മുഖം അഥർവവേദം പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 4 മുഖങ്ങളിൽ നിന്ന് 4 വേദങ്ങളെ കൊണ്ട്
തൻ്റെ തന്നെ സ്വാമിയായ ഈശ്വരനെ, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വണ്ട് മൂളും പോലെ ഈ താമരയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ പാടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഗായത് സ്വയംഭൂ മധുകര ഭവനം, ഗായത് സ്വയംഭൂ മധുകര ഭവനം. ഗാനം ചെയ്യുന്ന സ്വയംഭൂവാകുന്ന മധുകരൻ്റെ ഭവനമായിരിക്കുന്നതും ആ വണ്ടിൻ്റെ ഇരിപ്പിടമായിരിക്കുന്നതും ആയിട്ടുള്ള ആ ഭൂമയം, ഭൂലോകസ്വരൂപമായിരിക്കുന്ന, ഭൂമിയുടെ പ്രതീകമായിരിക്കുന്ന ആ നാളീകം, അത് നാഭീപത്മാകരഭവം. ആരുടെ? നാഗശയ്യസ്യ ശൗരേ, നാഗശയ്യനായ ശൗരിയുടെ നാഭീപത്മാകരത്തിൽ ഭവിച്ചതായിട്ടുള്ള ആ നാളീകം. അത് നഹ കാമദം ഭൂയാത്, അസ്മാകം കാമദം ഭൂയാത്, നമ്മൾക്ക് കാമങ്ങളെ ദാനം ചെയ്യുന്നതായി ഭവിക്കുമാറാകട്ടെ. അതാണ് പ്രാർത്ഥന അവിടെ. അപ്പം നമ്മളുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധിക്കുന്നതായി ഭവിക്കട്ടെ. ആ ഭൂമയമായിട്ടുള്ള നാളീകം, ഭഗവാന്റെ നാഭിയിൽ നിന്ന് ആവിർഭവിച്ചതായിട്ടുള്ള ആ താമര. അപ്പോൾ ആ താമരയിൽ ബ്രഹ്മദേവൻ ഇരുന്നൊരു വണ്ടിനെ പോലെ മൂളിക്കൊണ്ടിരിക്കുന്നു. ആ താമരയുടെ തണ്ടുകളാണ് അതല വിതലാദി പാതാളങ്ങൾ. ആ താമരയുടെ പത്രപംക്തിയാണ് ദിങ്മണ്ഡലങ്ങൾ. ആ താമരയുടെ കേസരങ്ങളാണ് പർവ്വതങ്ങൾ. ആ താമരയുടെ കർണികയാണ് മേരുപർവ്വതം. ഇനി എന്താ വേണ്ടത്? നന്നായിട്ട് ഉറപ്പിച്ചങ്ങോട്ട് ധ്യാനിച്ചോളൂ ഭഗവാന്റെ നാഭീ കമലത്തെ. ഇത് വെറും ഒരു സാധാരണ ലോക്കൽ ലോട്ടസ് അല്ല ഇത്. പാതാളം യസ്യ നാളം വലയമഭിദിശാം പത്രപംക്തിം നഗേന്ദ്രാൻ വിദ്വാംസക്കേസരാളീ വിദുരിഹ വിപുലാം കർണികാം സ്വർണശൈലം ഭൂയാത് ഗായത് സ്വയംഭൂമധുകരഭവനം ഭൂമയം കാമദം നോ നാളീകം നാഭിപത്മാകരഭവം ഉരു തന്നാഗശയ്യസ്യ ശൗരേ. തത് ഒരു നാളീകം, ആ വലിയ നാളീകം, അത് നമ്മൾക്ക് കാമദമായി ഭവിക്കട്ടെ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അടുത്ത ശ്ലോകം ഭഗവാന്റെ എന്താ പറയുക, ഹൃദയഗുഹ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഹൃദയഗുഹയെ, ഉദരത്തിൽ തന്നെ ഉള്ളതായിട്ടുള്ള ആ ഒരു താഴ്ന്ന ഭാഗത്തെ ആണ് ഇവിടെ ധ്യാനിക്കുന്നത്. അത് ഈ ലോകത്തിൻ്റെ മൊത്തം പ്രഭവ കേന്ദ്രമാണ്, ഉറവിടമാണ്, അന്തരീക്ഷ സ്വരൂപമാണത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ക്രോഡഭാഗം എന്നാണ് ഇതിൽ പറയുന്നത്. ആ ക്രോഡഭാഗം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നോക്കാം. ആദൗ കൽപസ്യ യസ്മാത് പ്രഭവതി വിതതം വിശ്വമേതദ്വികൽപൈഃ കൽപാന്തേ യസ്യ ചാന്തഃ പ്രവിശതി സകലം സ്ഥാവരം ജംഗമം ച അത്യന്താചിന്യമൂർത്തേഃ ചിരതരമജിതസ്യാന്തരിക്ഷസ്വരൂപേ തസ്മിൻ അസ്മാകമന്തഃകരണം അതിമുദാ ക്രീഡതാത് ക്രോഡഭാഗേ. ആദൗ കൽപസ്യ യസ്മാത് പ്രഭവതി വിതതം വിശ്വമേതം ഏതത് വികൽപൈഃ കൽപാന്തേ യസ്യ ചാന്തഃ പ്രവിശതി സകലം സ്ഥാവരം ജംഗമം ച അത്യന്താചിന്യമൂർത്തേഃ ചിരതരമജിതസ്യന്തരീക്ഷസ്വരൂപേ തസ്മിൻ അസ്മാകമന്തഃകരണം അതിമുദാ ക്രീഡതാത് ക്രോഡഭാഗേ. അപ്പോൾ അജിതസ്യ എന്ന് പറയേണ്ട ഭഗവാന്റെ പേരാണ് അജിതൻ. ആരാലും ജയിക്കപ്പെടാത്തവൻ. വേദങ്ങൾക്ക് പോലും ഭഗവാനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ. അനന്തൻ എന്ന് പറയാനേ സാധിക്കുള്ളൂ. ആദിയും അന്തവും ഇല്ലാത്തവൻ. അവൻ്റെ സ്വരൂപം ഇന്നതെന്ന് നിശ്ചയിച്ച് പറയാൻ ഞങ്ങൾക്കും ശക്തിയില്ല എന്ന് വേദം പറയുന്നു. ഞങ്ങൾക്ക് ചില ലക്ഷണങ്ങൾ പറയാം എന്ന് പറഞ്ഞ് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ
യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസന്ധിസന്ധീതി എന്നൊക്കെ പല രീതിയിൽ ഭഗവാന്റെ ലക്ഷണങ്ങളെ പറയുന്നു. യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് ഭഗവാനെ നിർവചിച്ച് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് വേദം തന്നെ പറയണു, ഞങ്ങൾക്ക് വയ്യേ. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കും മനസ്സും മടങ്ങുന്നു ഈ ഈശ്വരനെ നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ. അത്ര നിസ്സഹായതയുണ്ട്. അതുപോലെയുള്ള അനന്ത സ്വരൂപനാണ്, അനന്ത ശക്തിമാനാണ്, അനന്ത വ്യാപിയാണ്. ഭഗവാന്റെ ഒരു ദേശത്തിലും കാലത്തിലും വസ്തുവിലും സ്വരൂപത്തിലും ഒന്നിലും ഒരു ആദിയും അന്തവും ഞങ്ങൾക്ക് എത്തും പിടിയും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള അജിതസ്യ, ആരാലും ജയിക്കപ്പെടാത്തവനായിട്ടുള്ള ഭഗവാന്റെ അന്തരീക്ഷസ്വരൂപേ ക്രോഡഭാഗേ, അന്തരീക്ഷസ്വരൂപമായിരിക്കുന്ന ക്രോഡഭാഗത്ത്, ക്രോഡഭാഗം എന്നുള്ളതിന് വക്ഷസ്ഥലം എന്നാണ് അർത്ഥം പറയാറ്. ഇവിടെ വക്ഷസ്ഥലത്തെ ഇനിയും വർണ്ണിക്കാൻ പോകുന്നുണ്ട് എങ്കിലും അപ്പോൾ ആ ഉൾഭാഗത്തെ തന്നെ നമ്മൾ എടുക്കാം. ഭഗവാന്റെ ആ ഉദരത്തിൻ്റെ ഉൾഭാഗം, ഏത് ഭഗവാന്റെ ഉദരത്തിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നത് അതിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ അന്തരീക്ഷ സ്വരൂപം എന്ന് പറയുന്നത്, അന്തരീക്ഷമായിരിക്കുന്നത് ഭഗവാന്റെ നാഭിയെയാണ് പലപ്പോഴും ആകാശമായി അന്തരീക്ഷമായിട്ടൊക്കെ ഉപമിക്കുക. അവിടെ നാഭിയെ സരസ്സായിട്ട് മുമ്പൊരിക്കൽ പറഞ്ഞു, എങ്കിലും അതേ പ്രദേശം തന്നെയാണ് ഇവിടെ ക്രോഡഭാഗം എന്ന് പറഞ്ഞ ആ കുഴിഞ്ഞതായിട്ടുള്ള വയറ്, ഉദരം, ഭഗവാന്റെ ആ താഴ്ന്നിരിക്കുന്നതായിട്ടുള്ള ഭാഗം. ആ ഭാഗം അസ്മാകം അന്ധക്കരണം അതിമുതാ ക്രീഡതാത്, ഞങ്ങളുടേതായിട്ടുള്ള അന്ധക്കരണം, ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ചിത്തം അതിമുത, വളരെ മോദത്തോടെ സന്തോഷത്തോടെ ക്രീഡതാത്, അവിടെ ക്രീഡിക്കുമാറാകട്ടെ, രമിക്കുമാർ. അപ്പം നമ്മുടെ മനസ്സ് അവിടെ തന്നെ രമിക്കട്ടെ, ആ ഭഗവാന്റെ ക്രോഡഭാഗത്ത്, ഭഗവാന്റെ ആ വക്ഷപ്രദേശത്ത് അല്ലെങ്കിൽ ഉദരപ്രദേശത്ത് എന്നർത്ഥം. ആ ഉദരപ്രദേശം തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഭഗവാന്റെ ഉദരത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത് പറയുന്നത്. ആദൗ കൽപ്പസ്യ യസ്മാത് പ്രഭവതി വിതതം വിശ്വം ഏതത് വികൽപൈഹി. അപ്പൊ ഏതത് വിശ്വം, ഈ വിശ്വം, ആദൗ കൽപ്പസ്യ, കൽപ്പസ്യ ആദൗ, സൃഷ്ടിയുടെ ആദിയിൽ, യസ്മാത് പ്രഭവതി, യാതൊന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നുവോ. എങ്ങനെയുള്ള വിശ്വം? വികൽപൈഹി വിതതം ഏതത് വിശ്വം, വികൽപ്പങ്ങളെ കൊണ്ട് വിതതമായിരിക്കുന്നത്. വികൽപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ വിവിധങ്ങളായ ഭാവങ്ങളോടെ എന്നർത്ഥം. വൈവിധ്യ ഭാവങ്ങളോടുകൂടി നാനാത്വ ഭ്രമത്തോടുകൂടെ വിതതം വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഏതത് വിശ്വം, ഈ വിശ്വം പലതായി പിരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിശ്വം എന്ന് പറഞ്ഞാൽ തന്നെ വിവിധമായ പ്രത്യയങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടത്, നാനാ നാമരൂപങ്ങളായി പരിണമിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യാപിച്ചിരിക്കുന്ന വിതതമായ, വിതതം വിശേഷേണ തതം വിസ്തൃതം, അത് വികൽപൈഹി വിതതം, വികൽപ്പങ്ങളെ കൊണ്ട്, നാനാനാമരൂപങ്ങളെ കൊണ്ട് വിസ്തൃതമായിരിക്കുന്ന ഏതത് വിശ്വം യസ്മാത് പ്രഭവതി, യാതൊന്നിൽ നിന്നുത്ഭവിക്കുന്നുവോ. എപ്പോൾ? കൽപ്പസ്യ ആദൗ, സൃഷ്ടിയുടെ ആദിയിൽ. അപ്പോൾ ഭഗവാന്റെ ഉദരത്തിലാണ് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നത്. ആ ഉദരത്തിൽ നിന്ന് തന്നെയാണ് സൃഷ്ടികാലത്ത് അതെല്ലാം ആവിർഭവിക്കുന്നത്. അപ്പോൾ അത് അന്തരീക്ഷ സ്വരൂപവും ആയിട്ട് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ ക്രോഡഭാഗത്തെ ഞങ്ങളുടെ മനസ്സ് എപ്പോഴും രമിക്കട്ടെ എന്നാണ്, ആ ക്രോഡഭാഗത്ത് രമിക്കട്ടെ എന്നാണ്. ഇനി അതിനെ തുടർന്ന് പറയുന്നു, കൽപ്പാന്തേ യസ്യ ച അന്തഃ പ്രവിശതി സകലം സ്ഥാവരം ജംഗമം ച. കൽപ്പാന്തേ, കൽപ്പാന്തേ എന്ന് പറഞ്ഞാലോ സൃഷ്ടിയുടെ അവസാനം എന്ന് പറഞ്ഞാൽ പ്രളയകാലത്ത് എന്നർത്ഥം. കൽപ്പം എന്നുള്ളത് സൃഷ്ടികാലമാണ്, ബ്രഹ്മാവിൻ്റെ പകലാണ്. മൊത്തത്തിൽ ബ്രഹ്മാവിൻ്റെ ആയുസ്സിനെയും കൽപ്പം എന്ന് പറയാറുണ്ട്. അപ്പോൾ സൃഷ്ടികാലം എന്നർത്ഥത്തിൽ എടുത്താൽ മതി കൽപ്പശബ്ദത്തെ. സൃഷ്ടികാലത്ത്, സൃഷ്ടി ആരംഭിക്കുമ്പോൾ എല്ലാം ഏതൊരു ഉദരത്തിൽ നിന്ന് ആവിർഭവിക്കുന്നുവോ
സൃഷ്ടിയുടെ അവസാനത്തിൽ അഥവാ പ്രളയകാലത്ത് കൽപ്പാന്തേ യസ്യ ച അന്തഃ പ്രവിശതി, യാതൊന്നിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുവോ, എന്ത്? സകലം സ്ഥാവരം ജംഗമം ച, മുഴുവൻ സ്ഥാവര ജംഗമാത്മകമായ പ്രപഞ്ചവും ഏതൊന്നിൻ്റെ ഉള്ളിലേക്ക് പ്രളയകാലത്ത് പ്രവേശിക്കുന്നുവോ. അപ്പോൾ പ്രളയകാലത്ത് എല്ലാം പ്രവേശിക്കുന്നതും ഭഗവാന്റെ ഉദരത്തിലേക്കാണ്. സകലം സ്ഥാവരം ജംഗമം ച യസ്യ അന്തഃ പ്രവിശതി. അങ്ങനെയുള്ള അത്യന്ത അചിന്യമൂർത്തേ, നല്ലതുപോലെ ചിന്തിക്കാനേ പറ്റാത്ത അചിന്യമൂർത്തിയാണ് ഭഗവാൻ. ഭഗവാന്റെ സ്വരൂപം ഇന്നത് എന്നൊന്നും ആർക്കും ചിന്തിക്കാനാവില്ല. അനന്തമൂർത്തിയാണ്. അങ്ങനെയുള്ള അനന്തമൂർത്തിയായ അജിതസ്യ ആ അന്തരീക്ഷസ്വരൂപേ ക്രോഡഭാഗേ, അന്തരീക്ഷസ്വരൂപമായിരിക്കുന്ന ക്രോഡഭാഗത്ത്, ഉദരഭാഗത്ത്, ഉദരഗുഹയിൽ ചിരതരം എന്ന ഇടയിൽ പറഞ്ഞിട്ട് അത്യന്ത അചിന്യമൂർത്തേ ചിരതരം. ചിരതരം നിരന്തരം തന്നെ, എല്ലായ്പ്പോഴും ഇടതടവില്ലാതെ ആ തസ്മിൻ ക്രോഡഭാഗേ, ഭഗവാന്റെ ഉദരഭാഗത്ത് അസ്മാകം അന്ധക്കരണം അതിമുദാ ക്രീഡതാത്. അസ്മാകം അന്ധക്കരണം, നമ്മുടെ അന്ധക്കരണം, നമ്മുടെ മനസ്സ് അതിമുദ മോദപൂർവം സന്തോഷത്തോടുകൂടി ക്രീഡതാത്, ക്രീഡിക്കുമാറാകട്ടെ, രമിക്കുമാറാകട്ടെ. അപ്പൊ ഭഗവാന്റെ ആ ഉദരത്തെ നമ്മൾ എന്താണ്, ലോകത്തിൻ്റെ മുഴുവൻ ഉത്ഭവസ്ഥാനമായി, ലോകത്തിൻ്റെ മുഴുവൻ വിലയസ്ഥാനമായി ഭാവന ചെയ്യുക. ആ ഭഗവാന്റെ ഉദരം വളരെ താഴ്ന്നതാണ്. സിംഹോദരനാണ് ഭഗവാൻ. നമ്മളെപ്പോലെ കൊടവയറന്മാരല്ല, ലംബോദരന്മാരല്ല. ഭഗവാൻ ലംബോദരനല്ല, ഭഗവാൻ സിംഹോദരനാണ്. അപ്പോൾ ഭഗവാന്റെ ഒട്ടിക്കിടക്കുന്നതായിട്ടുള്ള ആ വയറ്, ആ ഒട്ടിക്കിടക്കുന്ന വയറിൻ്റെ ഉള്ളിൽ പോലും നമ്മുടെ നാഷണൽ ഫ്ലവർ ആയിരിക്കുന്ന ലോട്ടസിൻ്റെ തത്വം തന്നെയാണിത്, ഈ പറയുന്നതൊക്കെ. ആ ലോട്ടസ് എന്ന് പറഞ്ഞാൽ വെറും ലോട്ടസ് അല്ല, അത് ഈ പ്രപഞ്ച സ്വരൂപമായിട്ടുള്ള ലോട്ടസ് തന്നെയാണ് നമ്മുടെ നാഷണൽ ഫ്ലവർ അല്ലേ. അത് തന്നെയാണ് BJPയുടെ ചിഹ്നമാക്കിയിരിക്കുന്നത്, ലോകത്തെ തന്നെ ചിഹ്നമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പം എന്തായാലും ഇവിടെ നമ്മൾ ഉദരഭാഗത്തെയാണ് വർണ്ണിക്കുന്നത്. ആ ഉദരം വളരെ മെലിഞ്ഞതാണ്, വളരെ താഴ്ന്നതാണ്. അത്ര താഴ്ന്നിരിക്കുന്ന ആ ഉദരത്തിൽ പോലും അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ഭഗവാൻ ഒളിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ വയറ് നിറച്ചാലോ അല്ലേ, ഈ ഒട്ടിക്കിടക്കുന്ന അതിൻ്റെ അകത്താണ് ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. അത്രേ വേണ്ടൂ ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ കിടക്കാൻ, ഭഗവാന്റെ ഒട്ടിയ വയറ് മതി എന്നാ. അതൊക്കെ തത്വങ്ങളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഭഗവാന്റെ ഉദരത്തിൽ ഈ ലോകങ്ങൾ, ഈ 14 ലോകങ്ങളല്ല, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളും ഭഗവാന്റെ ഉദരത്തിൽ അത്രയും അരികു പറ്റാൻ ഇല്ല. ഭഗവാൻ പട്ടിണി കിടക്കുന്ന പോലെ, ഒന്നും കഴിക്കാത്ത പോലെ ഭഗവാന്റെ വയറ് കണ്ടാൽ തോന്നും നമുക്ക്. എന്ന് വെച്ചാലോ, ഈ ലോകങ്ങളെ മുഴുവൻ ഭക്ഷിച്ചിട്ടും ഭഗവാന്റെ വയറിൻ്റെ അരികു പറ്റിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല എന്ന് തത്വം. അപ്പം അങ്ങനെയുള്ള ആ എന്താണ് അജിതനായിരിക്കുന്ന ഭഗവാന്റെ ആ ക്രോഡഭാഗത്തിൽ നമ്മുടെ അസ്മാകം അന്ധക്കരണം അതിമുദാ ക്രീഡതാത്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഭഗവാന്റെ ഉദരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉത്ഭവസ്ഥാനമായി, പ്രളയസ്ഥാനമായി ആ ഭാവന ചെയ്യുമ്പോൾ ഭഗവാന്റെ മൂർത്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത്യന്ത അചിന്യമൂർത്തിയാണ്, അജിതനാണ് ഭഗവാൻ. അപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനെ ചിന്തിക്കാനായിക്കൊണ്ട് നമ്മളൊരു രൂപം കൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ ഒരു രൂപം കൽപ്പിച്ചു തന്നതാണ് വിഷ്ണുവിൻ്റെ രൂപം. വാസ്തവത്തിൽ ഭഗവാന്റെ സ്വരൂപം നമുക്ക് ചിന്തിക്കാൻ ആവില്ല. ആ നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന അനന്തരൂപത്തെ നമുക്ക് ചിന്തിക്കാനാവില്ല. എങ്കിലും നമ്മുടെ ബുദ്ധിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ അടുത്തെത്താൻ വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ സഹായിച്ച് ചില ഉപമകളിലൂടെ,
ചില സങ്കല്പങ്ങളിലൂടെ, ചില ഭാവനകളിലൂടെ നമ്മളെ ആ തത്വത്തിൻ്റെ അടുത്തേക്ക് നയിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അതിനുവേണ്ടി നമ്മളെ സഹായിച്ച് കൈപിടിച്ച് നടത്തുകയാണ്. നമ്മുടെ LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും 1ാം ക്ലാസ് കുട്ടികൾക്കുമൊക്കെ എങ്ങനെയാണോ ചിത്രങ്ങളുള്ള പാഠപുസ്തകങ്ങൾ അവരെ സഹായിക്കുന്നത്, തറ, പറ, പന എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ അല്ലേ, A for apple, B for ball, C for cat, D for dog, E for elephant എന്ന് പറഞ്ഞിട്ട് ചിത്രം കാണിച്ചു കൊടുത്ത് ആ അക്ഷരങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഈ അനന്തമൂർത്തിയായ ഭഗവാന്റെ അടുത്തെത്താനൊന്നും നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും സാധിക്കില്ല. അപ്പോൾ LKGക്കാരായിട്ടുള്ള നമ്മളോട് നമ്മളെ സഹായിക്കാൻ ഋഷീശ്വരന്മാർ ഭഗവാന്റെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു ചിത്രം വരച്ച് കാണിച്ചു തരികയാണ്. ഇതിലൂടെ നിങ്ങൾ ഭാവന ചെയ്ത് ആ അജിതനായ ഭഗവാന്റെ, അചിന്ത്യരൂപനായ ഭഗവാന്റെ അനന്ത മഹിമയെ അറിയണം. അപ്പം അങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടിരിക്കണം, അത്ഭുത പരതന്ത്രരായിരിക്കണം, ഒരു എത്തും പിടിയും കിട്ടാതിരിക്കണം വായും പൊളിച്ചിട്ട്. അതാണ് ഇവിടുത്തെ നമ്മുടെ മനസ്സ് ഈ ഭഗവാന്റെ ഉദരത്തിൽ, ക്രോഡഭാഗത്തിൽ ക്രീഡിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്തും പിടിയും കിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ ഇരുന്നു പോകും. ഭഗവാന്റെ ആ ഉദരത്തെ ധ്യാനിച്ചങ്ങനെ ഇരുന്നു പോകണം. അപ്പം എത്ര വലിയ തത്വമാണ് നോക്കാം. ആദൗ കൽപസ്യ യസ്മാത് പ്രഭവതി വിതതം വിശ്വമേതത് വികൽപൈഃ കൽപാന്തേ യസ്യ ചാന്ദഃ പ്രവിശതി സകലം സ്ഥാവരം ജംഗമം ച അത്യന്താചിന്യമൂർത്തേഃ ചിരതരമജിതസ്യന്തരീക്ഷസ്വരൂപേ തസ്മിन् അസ്മാകമന്തഃകരണമതിമുദാ ക്രീഡതാത് ക്രോഡഭാഗേ. ആ ഭഗവാന്റെ ക്രോഡഭാഗത്ത്, അന്തരീക്ഷസ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ ഉദരപ്രദേശത്ത് നമ്മുടെ മനസ്സ്, നമ്മുടെ അന്തഃകരണം നിരന്തരം ക്രീഡിക്കുമാറാകട്ടെ. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭഗവാന്റെ മഹിമയെ നമ്മൾ പരമാവധി ഉണരുമാറാകട്ടെ. ആ ഭഗവാന്റെ മഹിമയിൽ നമ്മൾ അത്ഭുത പരതന്ത്രരായി രമിക്കുമാറാകട്ടെ എന്ന് താല്പര്യം. ഇനി അടുത്ത ശ്ലോകം ഭഗവാന്റെ ആ ഉദരത്തെ തന്നെ ഒരു സലിലനിധിയായിട്ട്, ഒരു വലിയ സമുദ്രമായിട്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഭഗവാന്റെ ഉദരത്തെ കുക്ഷിയായിട്ട് പുരുഷ സൂക്തത്തിലൊക്കെ, മറ്റേ പുരുഷ സൂക്ത സമാനമായിട്ടുള്ള സ്തുതികളിൽ ഭഗവാന്റെ ഉദരത്തെ കുക്ഷിയെ സമുദ്രമായിട്ട് ഉപമിക്കാറുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഉദരത്തെ സലിലനിധിയായിട്ട് പറഞ്ഞിട്ട് അതിൽ നമ്മുടെ മനസ്സാകുന്ന മത്സ്യം, ചിത്തമത്സ്യ എന്ന് പറയുന്നുണ്ട്. ചിത്തമാകുന്ന മത്സ്യം ചിരം എന്ത് ചെയ്യണം? ക്രീഡിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സാകുന്ന മത്സ്യം ഭഗവാന്റെ ഉദരമാകുന്ന സമുദ്രത്തിൽ നിരന്തരം ക്രീഡിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ശ്ലോകമാണ് 26ാമത്തെ ശ്ലോകം. കാന്ത്യംബഃ പൂർണപൂർണേ ലസദസിത വലീഭംഗഭാസ്വത്തരംഗേ ഗംഭീരാകാരനാഭീ ചതുരതരമഹാവർത്തശോഭിന്യുദാരേ ക്രീഡത്വാനദ്ദഹേമോദരവസനമഹാബാടവാഗ്നിപ്രഭാഢ്യേ കാമം ദാമോദരീയോദരസലിലനിധൗ ചിത്തമത്സ്യചിരം നഃ. കാന്ത്യംബഃ പൂർണപൂർണേ ലസദസിതവലീഭംഗഭാസ്വത്തരംഗേ ഗംഭീരാകാരനാഭീ ചതുരതരമഹാവർത്തശോഭിന്യുദാരേ ക്രീഡത്വാനദ്ദഹേമോദരവസനമഹാബാടവാഗ്നിപ്രഭാഢ്യേ കാമം ദാമോദരീയോദരസലിലനിധൗ ചിത്തമത്സ്യചിരം നഃ. ഇപ്പോൾ ഇവിടെ നഃ ചിത്തമത്സ്യഃ, നഃ അസ്മാകം ചിത്തമത്സ്യഃ മനസ്സാകുന്ന മത്സ്യം, ദാമോദരീയോദര സലിലനിധൗ ദാമോദരീയമായ ദാമോദരൻ്റേതായിട്ടുള്ള ഉദര സലിലനിധൗ ഉദരമാകുന്ന സലിലനിധിയിൽ,
ഉദരം വയറ്, വയറാകുന്ന കുക്ഷിയാകുന്ന സലിലനിധി, ജലനിധി തന്നെ, സമുദ്രം തന്നെ. ആ സമുദ്രത്തിൽ ചിരം കാമം ക്രീഡതു, വളരെ കാലം കാമം. കാമം എന്ന് പറഞ്ഞാൽ യഥേഷ്ടം, ഇഷ്ടം പോലെ, യഥാകാമം. ക്രീഡതു വിഹരതു. അപ്പൊ ചിത്തമാകുന്ന മത്സ്യം ഭഗവാന്റെ ഉദരമാകുന്ന ജലനിധിയിൽ എപ്പോഴും ഇഷ്ടം പോലെ ക്രീഡിക്കുമാറാകട്ടെ എന്നാണ്. മൂന്നാമത്തെ വരിയുടെ ആരംഭത്തിലാണ് ക്രീഡതു പ്ലസ് ആനന്ദ ഹേമോദര വസന മഹാബാടവാഗ്നി പ്രഭാഡ്യ എന്ന് പ്രയോഗിച്ചപ്പോൾ ക്രീഡത്വാനന്ദ ഹേമോദരനായി. അപ്പോൾ അവിടെ പിരിക്കേണ്ടത് ക്രീഡതു. ക്രീഡതു എന്ന് പറഞ്ഞാൽ ക്രീഡിക്കുമാറാകട്ടെ. ആനന്ദ ഹേമോദര വസന മഹാബാടവാഗ്നി പ്രഭാഡ്യേ. ഇവിടെ ഭഗവാന്റെ ഉദരത്തെ 4 ഗംഭീര വിശേഷണങ്ങളെ കൊണ്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. കാന്ത്യംബഃ പൂർണേ ലസദസിത വലീഭംഗഭാസ്വത്തരംഗേ ഗംഭീരാകാര നാഭീ ചതുരതര മഹാവർത്തശോഭിന്യുദാരേ. ആനന്ദ ഹേമോദര വസന മഹാബാടവാഗ്നി പ്രഭാഡ്യേ. ആ ദാമോദരീയോദര സലിലനിധൗ, അത് വിശേഷ്യം. ആ സലിലനിധിയില് നഹചിത്ത മത്സ്യ കാമം ക്രീഡതു, നമ്മുടെ മനസ്സാകുന്ന മത്സ്യം ഇഷ്ടം പോലെ ക്രീഡിക്കട്ടെ. യഥാ കാമം വിഹരതു. അപ്പോൾ ആ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാളെ കാണാം. ഗംഭീര വിശേഷണങ്ങളാണ് ഭഗവാന്റെ ഉദരത്തെ വർണ്ണിച്ചിരിക്കുന്നത്. നാളേക്കിരിക്കട്ടെ. നിങ്ങളിപ്പോൾ ഗസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ശ്ലോകമൊക്കെ വായിച്ചു നോക്കിയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. അപ്പോൾ സലിലനിധിയെ, ഭഗവാന്റെ ഉദരത്തെ 4 വിശേഷണങ്ങളെ കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നു, ഉപമിച്ചിരിക്കുന്നു. നാളെ തുടരാം. ഇന്നിവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ദേശീയ പുഷ്പമായ താമരയെയും ഈ താമരയുമായിട്ട് തന്നെ താരതമ്യം ചെയ്ത് ചിന്തിക്കുക. അപ്പോൾ എല്ലാ ഉത്തരവും കിട്ടും. ഈ താമരയ്ക്ക് എന്തൊക്കെ മഹിമ പറഞ്ഞു അതൊക്കെ തന്നെയാണ് ദേശീയ പുഷ്പമായിട്ടുള്ള താമര. അതുതന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നവും. നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പത്മനാഭൻ്റെ നാഭീകമലം തന്നെ ആവട്ടെ നമ്മുടെ BJP പാർട്ടിയുടെ താമര. ഇതിനെക്കുറിച്ച് നാളെ എന്തെങ്കിലും പുതിയതായിട്ട് തോന്നിയാൽ അപ്പം പറയാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. 10:30 മണിക്ക് നാരായണീയവുമായിട്ട് കാണാം. നാരായണ നാരായണ.